السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സമാദരണീയരായ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, സാമൂഹിക പ്രവർത്തനം ഏറ്റവും വലിയ ഇസ്ലാമിക പ്രവർത്തനമായി കണ്ടവരാണ് ഈ ഉമ്മത്തിലെ മുൻഗാമികൾ. അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യമെന്ന് പറയുന്നത്, ടാർഗറ്റ് എന്ന് പറയുന്നത് അള്ളാഹുവിന് ഇബാദത്തെടുക്കലാണ്. എന്നാൽ കേവലം വിനയാന്യതനായി ഒരിട്ടാവട്ടത്തു നിന്ന് അള്ളാഹുവിന് ഇബാദത്തെടുത്തത് കൊണ്ട് മാത്രം അവൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമായ റബ്ബിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ അവനക്ക് കഴിയുമോ? ഇല്ല. മറിച്ച് സ്വയം വ്യക്തിത്വം പരിപോഷിപ്പിക്കുകയും സാമൂഹികമായ പുരോഗതികൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ തൃപ്തി എന്ന ആ ഏറ്റവും വലിയ ടാർഗറ്റിലേക്ക് ഒരു വിശ്വാസി എത്തുന്നത്. മറ്റേത് പ്രത്യയശാസ്ത്രങ്ങളെക്കാളും സാമൂഹികമായ പ്രതിബദ്ധതയെക്കുറിച്ച് ഒരു വിശ്വാസിക്ക് സമൂഹത്തിൽ ഉണ്ടായിരിക്കേണ്ട ഉത്തരവാദിത്വത്തെക്കുറിച്ച് എല്ലാ പ്രത്യയശാസ്ത്രങ്ങളെക്കാളും വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം നന്നായി പ്രേരിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൗഹീദിലേക്ക് ക്ഷണിക്കുന്നത് മാറ്റിവെച്ചാൽ അവിടുത്തെ പ്രബോധന കാലയളവിന്റെ മിക്ക സമയവും എല്ലാ വേദികളിലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിനെ, വിശ്വാസി സമൂഹത്തെ ഈ സാമൂഹികമായ നന്മയിലേക്ക്, സാമൂഹിക പ്രവർത്തനം എന്ന സാമൂഹികമായ പ്രതിബദ്ധതയിലേക്ക് ഈ സമൂഹത്തെ ക്ഷണിച്ചിട്ടുണ്ട്. അവിടുന്ന് മദീനയിലെത്തിയ ഉടനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തുന്ന ഒന്നാമത്തെ പ്രഭാഷണത്തിൽ റസൂലുള്ളാഹി പറയുന്നല്ലോ, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, അഫ്ശുസ്സലാം വസിലുൽ അർഹാം വഅത്ഇമുത് തആം, നിങ്ങൾ സലാം പരപ്പിക്കണം, സലാം വ്യാപിപ്പിക്കണം, ജനങ്ങൾക്കിടയിൽ നിങ്ങൾ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കണം, കുടുംബ ബന്ധം, ചേർച്ച ബന്ധം നടത്തണമെന്ന സാമൂഹികമായ നന്മയുടെ ഒന്നാമത്തെ ഘട്ടം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു ഹബീബിനെ അത് പ്രേരിപ്പിച്ചത്? വിശുദ്ധ ഖുർആനിലെ അസംഖ്യം ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശ്വാസം സ്വീകരിച്ചിരിക്കേണ്ട സാമൂഹികമായ ഈ നന്മയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് കൊണ്ടാണ്. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്. സദഖ കൊണ്ടും നന്മ കൊണ്ടും കൽപ്പിക്കാൻ വേണ്ടിയാകുമ്പോഴല്ലാതെ, സമൂഹത്തിൽ അനുരഞ്ജനക്ക് വേണ്ടിയാകുമ്പോഴല്ലാതെ അവരുടെ സംഭാഷണങ്ങളിൽ ഒരു നന്മയുമില്ല, അവരുടെ സംസാരങ്ങളിൽ ഒരു നന്മയുമില്ല എന്ന ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുമ്പോൾ, ഈ ആയത്ത് വിശദീകരിച്ച് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. മുഫസ്സിറുകൾ ഇവിടെ തഫ്സീറുകൾ രേഖപ്പെടുത്തി വെക്കുകയാണ്. ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന ഒന്നാമത്തെ സാമൂഹിക സേവനത്തിന്റെ പാഠമുണ്ട്. നിങ്ങൾക്ക് സ്വതക്ക കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ സ്വതക്ക കൊടുക്കൽ മാത്രമല്ല, അതിനുവേണ്ടി ഈ സമൂഹത്തെ പ്രേരിപ്പിക്കുക എന്നത് സാമൂഹിക സേവനത്തിന്റെ ഒന്നാമത്തെ ഗുണമാണ്. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖ. നമ്മൾ ഈ സമൂഹത്തിൽ ധാരാളമായി ഇത് കാണുന്നുണ്ട്. സമൂഹത്തിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ വിഷമങ്ങൾ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് അള്ളാഹു സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിച്ച ആളുകളിൽ നിന്ന് സാമ്പത്തികമായ സഹായം നേടിക്കൊടുക്കാൻ കഴിയുക, അഥവാ പാവപ്പെട്ടവർക്ക് വേണ്ടി ഫണ്ട് റൈസിംഗ് നടത്തുക, ചാരിറ്റി പ്രവർത്തനം നടത്തുക എന്നത് സാമൂഹിക പ്രവർത്തനത്തിന്റെ ഒന്നാമത്തെ പാഠമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അത് കഴിയുന്നില്ലെങ്കിൽ തഅദിലു ബൈന ഇഹ്ദൈനി സദഖ, നീ സമൂഹത്തിൽ തെറ്റിത്തിരിഞ്ഞിരിക്കുന്ന രണ്ടാളുകൾക്കിടയിൽ അനുരഞ്ജന ഉണ്ടാക്കി കൊടുക്കണം, മസ്ലഹത്ത് ഉണ്ടാക്കി കൊടുക്കണം, വലിയ സദഖയാണ്. റസൂലുള്ളാഹി വീണ്ടും പറയുകയാണ്, തുഈനുർ റജുല അലാ ദാബത്തി. അവിടുത്തെ കാലത്തൊരു സാഹചര്യം പറയുകയാണ്, വാഹനത്തിൽ കയറാൻ പ്രയാസപ്പെടുന്ന വിദ്യാർത്ഥികളെ, കുഞ്ഞുമക്കളെ, വൃദ്ധജനങ്ങളെ, സ്ത്രീ സമൂഹങ്ങളെ വാഹനത്തിൽ കയറി കൊടുക്കാൻ നീ സഹായിക്കണം. ഈ കാലത്ത് നമ്മൾക്ക് അല്ലാഹു വാഹനം തന്ന അനുഗ്രഹം ചെയ്തിട്ടുണ്ടെങ്കിൽ, വലിയ റോട്ടിലൂടെ നമ്മൾ ഓടിച്ചു കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവിടെ
വാഹനം കിട്ടാതെ പ്രയാസപ്പെടുന്ന തന്റെ സഹോദരനെ ഒന്ന് പിക്ക് ചെയ്യലും സാമൂഹിക സേവനത്തിന്റെ വലിയ പാഠമാണെന്ന് ഈ ആയത്ത് വിശദീകരിച്ച് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. മുഫസ്സിറുകൾ രേഖപ്പെടുത്തുകയാണ്, അൽ കലിമത്തു ത്വയ്യിബത്തു സദഖ. പാവപ്പെട്ട വിഷമങ്ങൾ മനസ്സിൽ ഒതുക്കി നിൽക്കുന്ന എത്രയോ കഷ്ടതകൾ അനുഭവിക്കുന്ന ആളുകൾ സമൂഹത്തിലുണ്ട്. നല്ല വാക്ക് പറയൽ അവർക്കതൊരു സ്വാതന്ത്ര്യമാണ്, അത് വലിയ സാമൂഹിക സേവനമാണ്. ഇത്ലാഖുർ റഖീഖ്, സമൂഹത്തിൽ അടിമത്വം വളരെ വ്യാപകമായി സമൂഹത്തിൽ അടിമകൾ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് ഈ സാമൂഹിക വിപത്തിനെ നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിൽ അടിമകളെ മോചിപ്പിക്കുന്നത് വലിയ സാമൂഹിക സേവനമായി നമ്മൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയൊക്കെ തുടങ്ങിയ ഒരുപാട് മഹത്തുക്കളെ കണ്ടു. എത്രയോ അടിമകളെ മോചിപ്പിച്ചു, വലിയ സാമൂഹിക സേവനമാണ്. തങ്ങളുടെ സമ്പത്ത് അതിനു വേണ്ടി ചെലവഴിക്കുകയാണ്. എന്നിട്ട് ഒരുപാട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഇതിനെല്ലാം കാരണം വിശുദ്ധ ഖുർആൻ അടിക്കടി ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തിയ കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ നന്മയിൽ പരസ്പരം സഹകരിക്കണം, അധർമ്മത്തിലും തിന്മയിലും നിങ്ങൾ നിസ്സഹകരണം കാണിക്കണമെന്ന ഏറ്റവും മഹത്തായ അധ്യാപനം. സാമൂഹികമായ നന്മകളിലെല്ലാം നിങ്ങൾ പങ്കുചേർന്നു കൊള്ളണമെന്നും തിന്മക്ക് കൂട്ടുനിന്നുകൊണ്ട് ഈ സമൂഹത്തിനെ വഞ്ചിക്കരുതെന്നുമുള്ള ഏറ്റവും വലിയ പാഠം നൽകുകയാണ് ഈ ആയത്ത് വിശദീകരിച്ച് ഇമാം ഖുർത്തുബി അവിടുത്തെ തഫ്സീർ രേഖപ്പെടുത്തുകയാണ്. അത്തആവനു അലൽ ബിർരി വത്തഖ്വ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ എങ്ങനെയാണ് നന്മ ചെയ്യേണ്ടത്? മഹാനവറുകൾ പറയും, യകൂനു ബിവജൂഹ്, അത് പല രൂപത്തിലും നമുക്ക് കഴിയും. ഫവാജിബുൻ അലൽ ആലിമി അൻ യുഈന അന്നാസ ബിഇൽമിഹി, അറിവ് കൊണ്ട് അല്ലാഹു അനുഗ്രഹിച്ച ആളുകൾ തങ്ങളുടെ അറിവ് കൊണ്ട് വൈജ്ഞാനികമായ സേവനം ചെയ്യണമെന്ന് ഇമാം ഖുർത്തുബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുപോലെ വയുഈനുഹുൽ ഗനിയു ബിമാലിഹി, അല്ലാഹു സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിച്ച ആളുകൾ തങ്ങളുടെ സമ്പത്ത് കൊണ്ട് സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്നവരെ സഹായിക്കാൻ മുന്നോട്ട് വരണം. അതുപോലെ തന്നെ ധീരതയുള്ള ആളുകൾ അതുകൊണ്ട് സമൂഹത്തിന് സേവനം ചെയ്യണം. പ്രിയപ്പെട്ടവരെ, സാമൂഹിക പ്രവർത്തനത്തിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃക ഈ ഉമ്മത്തിലെ മുൻഗാമികൾ പഠിപ്പിച്ചു തന്നു. നിങ്ങൾ നിങ്ങളുടെ മാർഗത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഇമാം ബഗവി ആയത്ത് വിശദീകരിച്ച് പറയുന്നു, വലമ്മാ കാനത്തിൻ നഫഖതു ഫീ സബീലില്ലാഹി നൗഅൻ മിൻ അൻവാഇൽ ഇഹ്സാൻ, അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കൽ, അത് നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് നിങ്ങളുടെ അറിവ് കൊണ്ട് എല്ലാം സേവനം ചെയ്യിക്കൽ, അത് വലിയ സാമൂഹിക നന്മയാണെന്ന് പറഞ്ഞു. വഅഹ്സിനു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, നിങ്ങൾ സാമൂഹികമായ എല്ലാ നന്മകളും ഏർപ്പെടണം, അള്ളാഹു നന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്ന് ഈ ആയത്ത് വിശദീകരിച്ച് സാമൂഹികമായ നന്മയുടെ എല്ലാ വശങ്ങളും ഈ ആയത്ത് ഉൾക്കൊള്ളിക്കുന്നുവെന്ന് ഈ ആയത്ത് വിശദീകരിച്ച് ഇമാം ബഗവി റളിയല്ലാഹു അൻഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് സാമൂഹികമായ നന്മ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ സജീവമായി ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തി വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാം.